ഹലോ വെൽക്കം ബാക്ക് ടു ടീച്ചേഴ്സ് വേൾഡ്. ടീച്ചേഴ്സ് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോർത്ത് സെം ഇംഗ്ലീഷിലെ അപ്രിഷിയേറ്റിംഗ് ഫിക്ഷൻ എന്ന് പറയുന്ന പേപ്പറിലെ തേർഡ് മൊഡ്യൂൾ ആയിട്ടുള്ള ലോങ് ഫിക്ഷൻ ആണ്. അതിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ആനിമൽ ഫാം ആണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വാച്ച് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ട് അതൊന്ന് വാച്ച് ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ചാപ്റ്റർ ആനിമൽ ഫാം. ഇറ്റ് ഇസ് റിട്ടൺ ബൈ ജോർജ് ഓർവെൽ. Before that, we had to discuss about the author George Orwell. Okay, അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ ചാപ്റ്ററിലേക്ക് കടക്കാം. അതിന് മുൻപ് നമുക്ക് ആനിമൽ ഫാമിൻ്റെ ഓഥറായിട്ടുള്ള ജോർജ് ഓർവെലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാം. ജോർജ് ഓർവെൽ 1903 to 1950. George Orwell is the pen name of the British writer Eric Arthur Blair. He was a novelist, essayist, journalist and critic known for his opposition to totalitarianism. He supported democratic socialism. In 2008, The Times ranked him second on a list of 50 great British writers since 1945. He has some Indian connection as he was born in Motihari in the Bengal province of British India. He also served in the Imperial Police in Burma. ഇവിടെ പറയുന്നത് ബ്രിട്ടീഷ് റൈറ്റർ ആയിട്ടുള്ള എറിക് ആർതർ ബ്ലെയറിൻ്റെ ഒരു പെൻനെയിമാണ് ജോർജ് ഓവൽ എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു നോവലിസ്റ്റും എസ്സേയിസ്റ്റും ജേർണലിസ്റ്റും അതുപോലെ തന്നെ ഒരു ക്രിട്ടിക്കുമായിരുന്നു. അദ്ദേഹം ഈ ഒരു ടൊട്ടാലിറ്റേറിയനിസത്തെ വളരെയധികം ഒപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹിയർ ടൊട്ടാലിറ്റേറിയനിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമഗ്രാധിപത്യം, ഏകകക്ഷ മേധാവിത്വം എന്നൊക്കെയാണ് കേട്ടോ മീൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസത്തെ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 2008 ദ ടൈംസ് 50 ഗ്രേറ്റ് ബ്രിട്ടീഷ് റൈറ്റേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായി. 1945 മുതലുള്ളവരുടെ പേരാണ് അതിൽ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ലിസ്റ്റിൽ ഓവലിനായിരുന്നു സെക്കൻഡ് റാങ്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന് അല്പം ഇന്ത്യൻ കണക്ഷൻ കൂടെ ഉണ്ട്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബംഗാൾ പ്രോവിൻസിൽ മോത്തിഹാരി എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അന്നത്തെ ആ ഒരു ഇമ്പീരിയൽ പോലീസിൽ അദ്ദേഹം ജോലി അനുഷ്ഠിച്ചിട്ടുണ്ട്. ആക്ച്വലി ഈ ഒരു ഇന്ത്യൻ പോലീസ് സർവീസിന്റെ മുൻഗാമിയാണ് ഇമ്പീരിയൽ പോലീസ് എന്ന് പറയുന്നത് കേട്ടോ. Orwell's contribution to the English language has been significant. The term Orwellian describes ideas and situations that are destructive to the welfare of a free and open society. It means authoritarian and totalitarian practices. He has coined many phrases like Big Brother, Thought Police and Doublethink. He is best known for his novel 1984 and his allegorical novel Animal Farm. ഇവിടെ പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിന് ഈ ഒരു ഓവലിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു ഓപ്പൺ സൊസൈറ്റിക്കെതിരെയുള്ള ആ ഒരു ഐഡിയാസിനെയും സിറ്റുവേഷൻസിനെയും ഓവർലിയൻ എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഓവർലിയൻ എന്ന് പറയുന്നത് ഓതോറിറ്റേറിയൻ അതുപോലെ തന്നെ ടൊട്ടാലിറ്റേറിയൻ എന്നൊക്കെയാണ് അതിൻ്റെയൊക്കെ സ്വഭാവമുള്ളത് എന്നാണ് പറയുന്നത്. അതിൻ്റെ മീനിങ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഓതോറിറ്റേറിയൻ അതുപോലെ തന്നെ ടൊട്ടാലിറ്റേറിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമഗ്രാധിപത്യം, ഏകകക്ഷ മേധാവിത്വം എന്നൊക്കെയാണ് കേട്ടോ മീൻ ചെയ്യുന്നത്. അതുപോലെ ബിഗ് ബ്രദർ, തോട്ട് പോളിസ്, ഡബിൾ തിങ്ക് എന്നുള്ളതെല്ലാം അദ്ദേഹത്തിൻ്റെ ചില ഫേസസ് അല്ലെങ്കിൽ പ്രയോഗങ്ങളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒരു അലിഗറിക്കൽ ആയിട്ടുള്ള 2 നോവൽസ്, ഹിയർ അലിഗറിക്കൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അറിയാലോ, അന്തരാർത്ഥം എന്നൊക്കെയാണ് കേട്ടോ അതിനെ മീൻ ചെയ്യുന്നത്. അങ്ങനെയുള്ള 2 നോവൽസ് ആണ് 1984 അതുപോലെ തന്നെ അനിമൽ ഫാം എന്ന് പറയുന്നതും. Animal Farm is described as a political fable. It is based on the story of the Russian Revolution and its betrayal by Joseph Stalin. In the novel, the animals of the Manor Farm plan together to overthrow the tyrannical reign of its owner, Mr. Jones. They establish a philosophy of animalism based on the equality of animals and opposition to the exploitation by humans. This ideology is laid down in 7 commandments, which got simplified into the slogan 4 legs good, 2 legs bad by the pigs, who are the intellectuals and leaders. The animals work hard to protect what they had achieved through the evolution. But they find power has now passed to the pigs, whose leader is Napoleon. They dismantle the republic. Towards the end, we see the pigs and humans united as they celebrate the optimization of exploitation at the animal farm. Orwell is trying to say that power can corrupt even those who profess to work for the uplifting of others. In the final scene, we see the animals peering into a barn house to see the humans and pigs involved in a drunken brawl. They are unable to say which was that. ആക്ച്വലി ഈ ഒരു ആനിമൽ ഫാം എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ഫേബിൾ ആണ്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ കഥയാണ്. അതുകൊണ്ട് തന്നെ റഷ്യൻ റവല്യൂഷനെ പറ്റിയും ജോസഫ് സ്റ്റാലിൻ അതെങ്ങനെ അട്ടിമറിച്ചു എന്നതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സ്റ്റോറി പറയുന്നത്. മിസ്റ്റർ ജോൺസിൻ്റെ ഉടമസ്ഥതയിലുള്ള ഫാമിലെ ആനിമൽസ് ഒത്തൊരുമിച്ച് അയാളുടെ ആ ഒരു ദുർഭരണം എങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത് എന്ന് ഈ നോവലിൽ കാണിക്കുന്നുണ്ട്. മാത്രമല്ല ആനിമൽസ് അവരുടേതായിട്ടുള്ള ഫിലോസഫി അവർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്.
അനിമലിസം എന്നാണ് അതിൻ്റെ പേര്. എല്ലാ അനിമൽസും ഈക്വലാണ്, മനുഷ്യരുടെ ചൂഷണം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് അനിമലിസത്തിൻ്റെ ആ ഒരു അടിസ്ഥാന ഫിലോസഫി ആയിട്ട് അവർ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ഐഡിയോളജി അവർ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് 7 കമാൻഡ്മെൻറ്റ്സ് ഇറക്കുന്നുണ്ട്. അവയെല്ലാം കൂടി അവർ ചുരുക്കിയിട്ട് ഒരു സ്ലോഗനാക്കി ഒതുക്കുന്നുണ്ട്. അത് ഇങ്ങനെയാണ്: 4 legs good, 2 legs bad എന്നുള്ളത്. നമുക്കറിയാം ഇവിടെ 4 legs കൊണ്ട് ഉദ്ദേശിക്കുന്നത് അനിമൽസിനെയും അതുപോലെ തന്നെ 2 legs കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഹ്യൂമൻ ബീയിങ്സിനെയുമാണ് കേട്ടോ. മാത്രമല്ല ഈ ഒരു അനിമൽസിലെ ബുദ്ധിജീവികളും അവരുടെ ലീഡേഴ്സും ഒക്കെ പന്നികളാണ്. ആ ഒരു വിപ്ലവത്തിൽ കൂടി അവർ നേടിയെടുത്ത എല്ലാ സ്വാതന്ത്ര്യവും നിലനിർത്താൻ വേണ്ടിയിട്ട് എല്ലാ അനിമൽസും തീവ്രമായിട്ട് തന്നെ പരിശ്രമിക്കുന്നുണ്ട്. പന്നികളുടെ ആ ഒരു ലീഡർ എന്ന് പറയുന്നത് നെപ്പോളിയൻ ആണ്. അവർ അവസാനം റിപ്പബ്ലിക്കിനെ പൊളിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു കഥയുടെ അവസാനം പന്നികളും മനുഷ്യരും ഒക്കെ ചേർന്ന് മറ്റു മൃഗങ്ങളുടെ വലിയ ചൂഷണം ആഘോഷിക്കുകയാണ് ചെയ്യുന്നത്. ഓർവെൽ പറയാൻ ഉദ്ദേശിക്കുന്നതും ആക്ച്വലി ഈ ഒരു അധികാരം ആൾക്കാരെ കറപ്റ്റ് ആക്കും എന്നുള്ളതാണ്. ഹിയർ കറപ്റ്റ് മീൻസ് അറിയാലോ, ദുഷിപ്പിക്കും. ഓക്കെ, ആ ഒരു ദുഷിപ്പിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടിയാണ് അവർ പ്രയത്നിക്കുന്നത് എന്ന് പറയുന്നവരും ആക്ച്വലി ഈ ഒരു അധികാരം കിട്ടുന്ന സമയത്ത് മാറിപ്പോവും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ഒരു കഥയുടെ അവസാന ഭാഗം നമുക്ക് കാണാൻ പറ്റുന്നത് ആനിമൽസ് ബാൺ ഹൗസിലേക്ക് ഒളിഞ്ഞു നോക്കുന്നതും അവിടെ ഈ പറയുന്ന പന്നികളും മനുഷ്യരുമായിട്ട് മദ്യലഹരിയിൽ തമ്മിലടിക്കുന്നതുമാണ്. അതിൽ ആരാണ് മനുഷ്യർ അതുപോലെ തന്നെ ആരാണ് പന്നികൾ എന്ന് പറയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ആക്ച്വലി ഈ ഒരു കഥ അവസാനിക്കുന്നത്. Political allegory is a narrative where the agents and action correspond to political personages and events. Here is how they are represented. ഓക്കെ, നമ്മൾ ഇത് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ അലീഗറി ആണ് എന്നുള്ളതും അതുപോലെ തന്നെ ഈ ഒരു ക്യാരക്ടേഴ്സും അതിലെ ആക്ഷൻസും ഒക്കെ നമ്മുടെ പൊളിറ്റീഷ്യൻസിനെയും അതുപോലെ തന്നെ അവരുടെ സംഭവങ്ങളെയും ഒക്കെയാണ് പ്രതിനിധീകരിക്കുന്നത്. മാത്രമല്ല ഇനി ഞാൻ താഴെ കൊടുക്കുന്ന ആ ഒരു ലിസ്റ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലിസ്റ്റാണ്. അതിലെ ക്യാരക്ടേഴ്സിൻ്റെ റോൾ എന്തെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലിസ്റ്റ് കൊടുക്കുന്നത്. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഇതിനെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ. മിസ്റ്റർ ജോൺസ്, സാർ നിക്കോളസ് സെക്കൻഡ്, ഓൾഡ് മേജർ കാൾ മാർക്സ്, നെപ്പോളിയൻ ജോസഫ് സ്റ്റാലിൻ, സ്നോബോൾ ലിയോൺ ട്രോട്സ്കി ദ റൈവൽ ഓഫ് സ്റ്റാലിൻ, സ്ക്വീലർ വിച്ചസ്ലവ് മോളോട്ടോവ്. ദീസ് ആർ ദ ഫിഗേഴ്സ് ഫ്രം ദ റഷ്യൻ റവല്യൂഷൻ. ഇത്രയാണ് നമ്മുടെ റഷ്യൻ റവല്യൂഷൻ്റെ ഫിഗേഴ്സായിട്ട് വന്നിട്ടുള്ളത്. Other animals represent the various classes in Stalinist Russia. Benjamin the donkey, the wise old people of Russia. Boxer, the peasantry who were hardworking and loyal. Clover, the female proletariat. Here proletariat means തൊഴിലാളി വർഗം എന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. Molly, the petty bourgeoisie. Moses the raven, Russian Orthodox Church. The cat, the upper class. Wild rats and rabbits, gypsies and beggars. Mr. Frederick, Adolf Hitler. Mr. Pilkington of Foxford, capitalist government of the UK and US. ആക്ച്വലി ഈ ഒരു നോവൽ എ ഫെയറി സ്റ്റോറി എന്ന സബ് ടൈറ്റിലോട് കൂടിയാണ് ആദ്യം പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അന്ന് നാസി ജർമ്മനിക്കെതിരായിട്ട് ഇംഗ്ലണ്ടും സോവിയറ്റ് യൂണിയനൊക്കെ ഒരുമിച്ച് വാർ ചെയ്യുന്ന ഒരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റാലിന് ഇംഗ്ലണ്ടിൽ നല്ല റെസ്പെക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കാരണം ആദ്യകാലത്ത് ഈ നോവലിനെതിരായിരുന്നു പൊതുജനാഭിപ്രായങ്ങളൊക്കെ. പക്ഷേ ആ ഒരു വാർ കഴിഞ്ഞ സമയത്ത് ഇംഗ്ലണ്ടും സോവിയറ്റ് യൂണിയനും ഒക്കെ ശത്രുക്കളായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബുക്കിന് കൂടുതൽ പ്രചാരം വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഡിക്റ്റേറ്റേഴ്സ് അല്ലെങ്കിൽ ഏകഛത്രാധിപതികളെ അധികാരത്തിലേറ്റുന്ന ആ ഒരു പ്രോപ്പഗൻഡയ്ക്കെതിരായിട്ട് ഈ നോവൽ അവിടെ ശബ്ദമുയർത്തുകയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നമുക്കറിയാം ഈ ഒരു നോവൽ എന്ന് പറയുന്നത് 10 സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു 10 സെക്ഷൻസ് ഡിസ്കസ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അത്രയും ക്ലാസ് നമുക്ക് വേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഞാനത് ഷോർട്ടാക്കിയിട്ടാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. കാരണം നമുക്ക് ഈ ഒരു ക്ലാസ് അല്ലെങ്കിൽ നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്നത് തന്നെ എക്സാമിൻ്റെ 2 ദിവസം മുന്നേ അല്ലെങ്കിൽ ഒരു ദിവസം മുന്നേ ആയിരിക്കും. അപ്പോൾ ആ ഒരു 10 ചാപ്റ്റേഴ്സിനെയും നിങ്ങൾ കവർ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു ഭാഗങ്ങളായിരിക്കും ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് വാങ്ങിക്കാൻ പറ്റും. അതുമാത്രമല്ല ഞാൻ അതുകൊണ്ടാണ് അതിൻ്റെ മുന്നേ ഈ ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ അതിനെക്കുറിച്ചൊരു ബ്രീഫ് സമ്മറി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അതുപോലത്തെ അതിൻ്റെ ക്യാരക്ടേഴ്സിനെയും നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ചാപ്റ്റർ. One night Mr. Johns, the owner of Manor Farm, in a drunken state fails to lock up the farm properly. He goes to bed where Mrs. Johns is already snoring. When the farm animals saw the bedroom light was off, they meet in the big barn at the request of old Major, a 12-year-old pig. Only Moses, the tame raven, did not come for meeting. Major delivers a rousing political speech,
about the evils inflicted upon them by their human keepers and their need to rebel against the tyranny of man. He says that the animals are not happy because they are made to work hard and they are given just sufficient food to survive. They never experience any happiness. The life of an animal is misery and slavery. The humans steal all the produce the animals make. Man is the real enemy of animals. If they can remove man, the root cause of their misery, their hunger and overwork will be abolished forever. Man is the only creature that consumes without producing. He does not give milk, does not lay eggs, is too weak to pull the plough and can't run fast enough to catch rabbits. Yet he is the lord of all animals. Man drinks up all the milk cows produce and eat up all the eggs the chickens lay. The babies born to the animals are taken away from them and are sold to others. They never see their babies who would have been their supporters in their old age. ഓക്കെ, നമ്മുടെ ഈ ഒരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് മിസ്റ്റർ ജോൺസ് ഹിയർ. മിസ്റ്റർ ജോൺസ് എന്ന് പറയുന്നത് സർ നിക്കോളസ് സെക്കൻഡ് ആണ്. ഇതിലെ ക്യാരക്ടർ നെയിം ആയിട്ട് വന്നിട്ടുള്ളത് മിസ്റ്റർ ജോൺസ് ആണ് കേട്ടോ. അദ്ദേഹം ഒരു ഫാം ഓണറാണ്. അദ്ദേഹം കുടിച്ചുമത്തനായിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു അനിമൽ ഫാം, അദ്ദേഹത്തിന് ഒരുപാട് അനിമൽസ് ഉണ്ട്, അതിൻ്റെ ഫാം അവർ ലോക്ക് ചെയ്യാൻ മറന്നു പോകുന്നുണ്ട്. അങ്ങനെ അയാൾ റൂമിലേക്ക് പോകുന്നു. അതുപോലെ അവിടെ മിസ്സസ് ജോൺസ് കൂർക്കം വലിച്ചുറങ്ങുകയാണെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആ ഒരു റൂമിൻ്റെ ലൈറ്റ്സ് എല്ലാം അണഞ്ഞു എന്ന് കണ്ട സമയത്ത് അവിടെയുള്ള അനിമൽസ് എല്ലാവരും കൂടെ ബിഗ് ബാണിലേക്ക്, ഹിയർ ബിഗ് ബാൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ധാന്യപുരാണ് കേട്ടോ, അവിടേക്ക് അവർ മീറ്റിങ്ങിനായിട്ട് പോകുന്നുണ്ട്. ഓൾഡ് മേജറാണ് ആക്ച്വലി ഈ ഒരു മീറ്റിംഗ് അവർ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. ഹിയർ ഈ ഓൾഡ് മേജർ എന്ന് പറയുന്നത് കാൾമാക്സിനെയാണ് കേട്ടോ. അത് അവരുടെ ആ ഒരു ക്യാരക്ടർ നെയിമാണ് ഇതിൽ ഓൾഡ് മേജറായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ഓൾഡ് മേജർ ഒരു 12 വയസ്സുള്ള ഒരു പന്നിയാണ്. ഇതിൽ അടുത്തൊരു ക്യാരക്ടറായിട്ട് വന്നിട്ടുള്ളത് മോസസ് ആണ്. ആക്ച്വലി ഈ ഒരു മോസസ് എന്ന് പറയുന്നത് ഒരു റേവൻ ആണ്. റേവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, മലങ്കാക്ക. ഓക്കെ, അപ്പോൾ ഈ ഒരു മലങ്കാക്ക മാത്രമാണ് ഈ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാണ്ടിരുന്നത്. മേജർ നല്ലൊരു പൊളിറ്റിക്കൽ സ്പീച്ച് തന്നെ നടത്തുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് മനുഷ്യർ അവരെ എത്ര ക്രൂരായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നതെന്നും അതിനെതിരായിട്ട് പടവെട്ടണം എന്നൊക്കെ മേജർ ആ ഒരു മീറ്റിങ്ങിൽ പറയുന്നുണ്ട്. മാത്രമല്ല, മൃഗങ്ങൾക്ക് ഒട്ടും തന്നെ സന്തോഷമില്ല, മനുഷ്യർ അവരെ കൊണ്ട് എല്ലുമുറിയെ പണിയെടുപ്പിക്കുന്നുണ്ട്, പക്ഷേ ഭക്ഷണമൊന്നും തന്നെ ശരിക്കും കൊടുക്കുന്നില്ല. അതുപോലെ ഒരു മൃഗത്തിൻ്റെ ജീവിതം കഷ്ടപ്പാടും അടിമത്തമൊക്കെ ആണ്. മൃഗങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാം തന്നെ മനുഷ്യർ മോഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. മൃഗങ്ങളുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് മനുഷ്യനാണ്. മനുഷ്യനെ മാറ്റിയാൽ തന്നെ മൃഗങ്ങളുടെ വിശപ്പും അതുപോലെ തന്നെ അമിത ജോലി ഭാരമൊക്കെ എന്നൊക്കെയായിട്ട് മാറിക്കിട്ടും എന്ന് പറയുന്നുണ്ട്. ഒന്നും ഉണ്ടാക്കാതെ തന്നെ ഭക്ഷണം കഴിക്കുന്ന ഏക ജീവി മനുഷ്യനാണ്. അവന് പാല് ചെറുത്തുന്നില്ല, മുട്ടയിടുന്നില്ല, കലപ്പ വലിക്കാൻ മാത്രമുള്ള ശക്തിയില്ല. മാത്രമല്ല, ഒരു റാബിറ്റിനെ പിടിക്കാൻ ഓടാൻ പോലും അവർക്ക് പറ്റുന്നില്ല. എന്നിട്ടും അവർ മൃഗങ്ങളുടെ ഒരു ലോഡാണ്, അല്ലെങ്കിൽ അധിപനായിട്ട് വിലസാണ് ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. കൂടാതെ പശുക്കൾ ചേർത്തുന്ന പാലും അതുപോലെ തന്നെ കോഴികളിടുന്ന മുട്ടയൊക്കെ അവന് കുടിച്ചും തിന്നുമൊക്കെ തീർക്കുന്നുണ്ട്. മൃഗങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ അവന് മറ്റുള്ളവർക്ക് വിൽക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ ഒരു കുട്ടികളുടെ മാതാപിതാക്കൾക്ക് വയസ്സാവുന്ന സമയത്ത് അവരെ നോക്കാൻ പോലും ആ ഒരു കുഞ്ഞുങ്ങൾ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്ക് ആരും ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. The miserable life they live is not allowed to complete its natural span. No animal escapes the cruel knife in the end. Even the horses are killed in the end and their boiled meat will be given to the foxhounds. When the dogs grow old and toothless, they are drowned in the pond. So they must rebel against the tyranny of man. Major does not know when the rebellion will come, but he wants the message to be passed on to the future generation also. Man may try to persuade you out of the rebellion. He may say that the interest of man and animals is common and the prosperity of one is the prosperity of other. It is all lies. Man serves only himself, so all animals must unite as they are comrades. There was a big applause from the animals. He continued his speech. Whatever goes on 2 legs is an enemy. Whatever goes on 4 legs or wings is a friend. Even when animals have conquered man, they should not follow the vices of man, like living in a house, sleeping in bed, wearing clothes, drinking alcohol, smoking tobacco, touching money or engaging in trade. All animals are brothers and they should not kill one another. ഇവിടെ മേജർ പറയുന്നത് മൃഗങ്ങളെ അവരുടെ ദുരിതം പിടിച്ച ആ ഒരു ജീവിതം ജീവിക്കാൻ പോലും മനുഷ്യർ സമ്മതിക്കുന്നില്ല. അവസാനം എല്ലാ മൃഗങ്ങളും മനുഷ്യൻ്റെ കത്തിക്കിരയാവാണ് ചെയ്യുന്നത്. മാത്രമല്ല, കുതിരകളെ പോലും കൊന്ന് അവരുടെ ഇറച്ചി വേവിച്ചിട്ട് അവർ ഹിയർ ഫോക്സ് ഹൗണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേട്ടപ്പട്ടികൾ അല്ലെങ്കിൽ വേട്ട നായ്ക്കളെയാണ് കേട്ടോ. ഓക്കെ, അവർക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കൂടാതെ പട്ടികൾക്ക് വയസ്സാവുന്ന സമയത്ത് പല്ലുകൾ കൊഴിയുമ്പോൾ കഴുത്തിൽ കല്ല് കെട്ടി കുളത്തിൽ മുക്കിക്കൊല്ലുന്നുണ്ട് അവർ. അതുകൊണ്ട് തന്നെ മൃഗങ്ങൾ മനുഷ്യരുടെ ക്രൂരതയ്ക്കെതിരായിട്ട് പൊരുതണം. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട്, മേജറിന് അറിയില്ല
എപ്പോഴാണ് ഈ ഒരു റെബൽ അല്ലെങ്കിൽ വിപ്ലവം വരുന്നതെന്ന്. പക്ഷേ അദ്ദേഹം പറയുന്നത് ഈ ഒരു മെസ്സേജ് ഫ്യൂച്ചർ ജനറേഷന് പാസ് ചെയ്യണം എന്നുള്ളതാണ്. മാത്രമല്ല മനുഷ്യർ മൃഗങ്ങളെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. മനുഷ്യൻ പറയും മനുഷ്യരുടെയും മൃഗങ്ങളുടെയൊക്കെ താല്പര്യം എന്ന് പറയുന്നത് ഒന്നാണെന്നും ഒരു കൂട്ടരുടെ ആ ഒരു പ്രോസ്പെരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, അഭിവൃദ്ധി. ഓക്കെ, അഭിവൃദ്ധി മറ്റേ കൂട്ടരുടെയും അഭിവൃദ്ധിയാണെന്നാണ്. അതെല്ലാം നുണയാണ്. മനുഷ്യൻ എന്ന് പറയുന്നത് അവരുടെ ആ ഒരു നന്മ മാത്രം ലക്ഷ്യം വെക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ആനിമൽസും കോംറേഡ്സ് എന്ന നിലയിൽ ഒരുമിക്കണം. അതുപോലെ തന്നെ എല്ലാ ആനിമൽസും ഇത് കേട്ട സമയത്ത് കൈയടിക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ സ്പീച്ച് തുടർന്നു. അദ്ദേഹം പറയാണ്, 2 കാലിൽ പോകുന്നവർ എനിമീസും അല്ലെങ്കിൽ ശത്രുക്കളും, അതുപോലെ തന്നെ 4 കാലിലോ ചിറകിലോ പോകുന്നവർ ഫ്രണ്ടും ആണ് എന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. മാത്രമല്ല മൃഗങ്ങൾ മനുഷ്യരെ കീഴ്പ്പെടുത്തിയാലും അവരുടെ തെറ്റുകൾ ആവർത്തിക്കരുത് എന്ന് അദ്ദേഹം പ്രത്യേകം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒരു വീട്ടിൽ താമസിക്കുക, കട്ടിലിൽ ഉറങ്ങുക, വസ്ത്രം ധരിക്കുക, കള്ളു കുടിക്കുക, പുകവലിക്കുക, പൈസ തൊടുക, അതുപോലെ തന്നെ കച്ചവടത്തിൽ ഏർപ്പെടുക എന്നിവയുള്ളതെല്ലാം ഫോളോ ചെയ്യരുത് എന്ന് അദ്ദേഹം പ്രത്യേകം അവിടുത്തെ ആനിമൽസിനോട് പറയുന്നുണ്ട്. മാത്രമല്ല എല്ലാ ആനിമൽസും ബ്രദേഴ്സ് ആണ്, അവരെ പരസ്പരം കൊല്ലരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. Now Major speaks about his dream. He said in his childhood his mother and other sons used to sing a song. It was called Beasts of England. The meaning of the song was something like this: Beasts of every land, you have good news for the future. A day is coming when man shall be overthrown. There will be only animals in England. There will be no rings, harness, bit, spar and whips. They will have all wheat, barley, oats and hay. They must work for that day. The singing excited all animals. They sang the song together. The uproar woke up Mr. Jones. He took his gun and fired. The pellets hit the barn and the meeting broke up suddenly. The animals went back to their places and started sleeping. ഓക്കെ, ഇവിടെ നമ്മുടെ മേജർ തൻ്റെ ഡ്രീമിനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം പറയാണ് തൻ്റെ ചെറുപ്പത്തിൽ മദറും അതുപോലെ തന്നെ മറ്റ് സോസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മീൻ ചെയ്യുന്നത് അറിയാലോ, മറ്റു പെൺപന്നികളും കൂടെ ഒരു പാട്ട് പാടുമായിരുന്നു. ബീറ്റ്സ് ഓഫ് ഇംഗ്ലണ്ട് എന്നായിരുന്നു ആക്ച്വലി ആ ഒരു സോങ്ങിൻ്റെ പേര്. ആ സോങ്ങിൻ്റെ മീനിങ് ആയിട്ട് ഇവിടെ പറയുന്നത് എല്ലാ സ്ഥലങ്ങളിലെയും മൃഗങ്ങളെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് നല്ല ന്യൂസ് കിട്ടും, അങ്ങനെ ഒരു ദിവസം വരാൻ പോവുകയാണ് ചെയ്യുന്നത്. അന്ന് മനുഷ്യരെ നമ്മൾ തൂത്തെറിയുക തന്നെ ചെയ്യും. ഇംഗ്ലണ്ടിൽ അന്ന് ഈ ഒരു ആനിമൽസ് മാത്രമേ കാണുള്ളൂ. അന്ന് നമ്മുടെ ദേഹത്ത് റിങ്സോ കടിഞ്ഞാണുകളോ കുറ്റിമുള്ളുകളോ ചാട്ടകളോ ഒന്നും തന്നെ കാണൂല. അവർക്ക് തിന്നാനായിട്ട് ഇഷ്ടം പോലെ വീറ്റ്സ്, ബാർലി, ഓട്സ്, ഹേ മീനിങ് അറിയാലോ, വൈക്കോലുകൾ. ഓക്കെ, അതൊക്കെ തന്നെ ഉണ്ടായിരിക്കും. ആ ഒരു ദിവസത്തിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കുക തന്നെ ചെയ്യണം. ഈ ഒരു സോങ് എല്ലാ ആനിമൽസിനെയും വളരെയധികം ഇൻട്രസ്റ്റ് ആക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വളരെയധികം ഉത്സാഹഭരിതരാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരെല്ലാം കൂടെ ഒരുമിച്ച് ഈ ഒരു സോങ് പാടുന്നുണ്ട്. പെട്ടെന്ന് ഇവരുടെ ഒരു ബഹളം കേട്ടിട്ട് നമ്മുടെ മിസ്റ്റർ ജോൺസ് എഴുന്നേൽക്കാണ് ചെയ്യുന്നത്. അയാൾ തോക്കെടുത്ത് വെടിവെക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു പാലറ്റ്സ് അവരുടെ ബാൺ ഹൗസിൽ വന്ന് തറയ്ക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവർ ആ ഒരു മീറ്റിംഗ് അവസാനിപ്പിച്ചിട്ട് അവിടെയുള്ള ആനിമൽസ് അവരവരുടെ സ്ഥലങ്ങളിലേക്ക് തിരിച്ചു പോയി ഉറങ്ങാനായിട്ട് തുടങ്ങുകയാണ് ചെയ്യുന്നത്. 3 days after the speech, Old Major died. The animals spent their day secretly planning the rebellion, although they were unsure when it will occur. Because of their intelligence, the pigs are placed in charge of educating the animals about animalism, the name they gave to the philosophy expounded by Major. Among the pigs, Snowball and Napoleon are the most important to the revolution. Squealer was a powerful speaker who could turn black into white. These 3 had elaborated the teachings of Major into a complete system of thought which they called animalism. Some animals supported Jones by saying that he was feeding them. She asked if there would be sugar and ribbons after the rebellion. Snowball told her that ribbons are the badge of slavery. ഓക്കെ, ഇവിടെ പറയുന്നത് ആ ഒരു സ്പീച്ചിന് ശേഷം 3 ദിവസം കഴിഞ്ഞ സമയത്ത് നമ്മുടെ ഓൾഡ് മേജർ മരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവിടെയുള്ള ആനിമൽസ് വളരെ സീക്രട്ട് ആയിട്ട് തന്നെ ആ ഒരു വിപ്ലവം പ്ലാൻ ചെയ്യുന്നുണ്ട്. അവർക്കറിയില്ല എപ്പോഴാണ് ഇത് നടക്കുന്നതെന്നുള്ളത്. പക്ഷേ ഏറ്റവും കൂടുതൽ അവിടെയുള്ള പിഗ്സിന് അല്ലെങ്കിൽ പന്നികൾക്കായിരുന്നു കൂടുതൽ ബുദ്ധി ഉണ്ടായിരുന്നത്. അവരാണ് മറ്റുള്ള ആനിമൽസിനെ അനിമലിസത്തിനെ പറ്റിയൊക്കെ പഠിപ്പിച്ചത്. മേജർ പഠിപ്പിച്ച തത്വങ്ങളും അതുപോലെ തന്നെ എല്ലാം കൂട്ടിച്ചേർത്ത് അതിനവർ കൊടുത്ത പേരാണ് ആനിമലിസം എന്നുള്ളത്. അന്ന് ആ ഒരു പിഗ്സിൻ്റെ കൂട്ടത്തിൽ ആ ഒരു വിപ്ലവത്തിന് ഏറ്റവും പ്രധാനികളായിരുന്നത് നമ്മുടെ സ്നോബോളും നെപ്പോളിയനും ആയിരുന്നു കേട്ടോ. സ്ക്വീലർ എന്ന് പറയുന്നത് ഒരു നല്ല ഒരു സ്പീക്കറായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു വാചാലതയിൽ കറുത്തത് വെളുപ്പിക്കാനും അദ്ദേഹത്തിന് പറ്റുമായിരുന്നു. ഇവർ 3 പേരും കൂടി മേജർ പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യാഖ്യാനിച്ച് അവർ ആനിമലിസം എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ചില ആനിമൽസ് ജോൺസിനെ പിന്തുണയ്ക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർ പറഞ്ഞത് ജോൺസ് ആണല്ലോ അവരെ തീറ്റിപ്പോറ്റുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ
അവരുടെ മരണശേഷം എന്ത് സംഭവിക്കും എന്നതിനെപ്പറ്റി അവർ ഇങ്ങനെ തല പുകഞ്ഞ് ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് അവർ പറയുന്നുണ്ട്. പക്ഷെ മോളി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്, അവളൊരു പെറ്റി ബൂർഷ്വാസിയാണ്. അവളായിരുന്നു ആക്ച്വലി അതിലെ ഏറ്റവും മണ്ടിയായിട്ടുണ്ടായിരുന്നത്. കാരണം വിപ്ലവം അല്ലെങ്കിൽ ഈ ഒരു റെബല്യൻ കഴിയുന്ന സമയത്ത് അവർക്ക് ഷുഗറും റിബണും ഒക്കെ ഉണ്ടാവുമോ എന്നാണ് അവൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു സമയത്ത്. അപ്പോൾ സ്നോബോൾ പറയുന്നുണ്ട് റിബൺസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്ലേവറിയുടെ അല്ലെങ്കിൽ അടിമത്വത്തിൻ്റെ ബാഡ്ജാണെന്ന്. Moses was John's special pet and his spy. He was a good talker. He talked about a place called Sugar Candy Mountain to which all animals went after their death. It was in the sky beyond the clouds. In Sugar Candy Mountain, every day was Sunday. Rum sugar and linseed cake grew on the hedges. Boxer and Clover had great difficulty in thinking about anything for themselves and they remained faithful disciples. ഓക്കെ, ഇവിടെ ഇനി അടുത്തൊരു ക്യാരക്ടറായിട്ട് വരുന്നത് മോസസ് ആണ്. ആക്ച്വലി ഈ ഒരു മോസസ് എന്ന് പറയുന്നത് ജോൺസിൻ്റെ ഒരു സ്പെഷ്യൽ പെറ്റും അതുപോലെ തന്നെ ഒരു സ്പൈയും ആയിരുന്നു. അവനൊരു ഗുഡ് ടോക്കറാണ്. അവൻ പറയുന്നുണ്ട് ഷുഗർ കാൻഡി മൗണ്ടെയിൻ എന്ന് വിളിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് എല്ലാ ആനിമൽസിനെയും മരിച്ചു കഴിയുന്ന സമയത്ത് കൊണ്ടുപോകുന്നത് എന്ന്. ആക്ച്വലി ഈ ഒരു ഷുഗർ കാൻഡി മൗണ്ടെയിൻ എന്ന് പറയുന്നത് ആകാശത്ത് എവിടെയോ മേഘങ്ങളുടെ പുറകിലായിട്ടാണുള്ളത്. അവിടെ എന്നും സൺഡേ ആണ്. അവിടെ ചെറുവേലികളിൽ ലം ഷുഗർ അതുപോലെ തന്നെ ലിൻസീഡ് കേക്ക് ഹിയർ നമുക്കറിയാം. ഈ ഒരു ലം ഷുഗർ എന്ന് പറയുന്ന പഞ്ചസാരക്കട്ട, അതുപോലെ തന്നെ നമ്മുടെ ലിൻസീഡ് കേക്ക് എന്ന് പറയുന്നത് ചണപ്പിണ്ണാക്കുമാണ് കേട്ടോ. അതാണ് അവിടെ വളരുന്നത് എന്ന് അവൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബോക്സർ, ക്ലോവർ എന്നിവർക്ക് കാര്യങ്ങൾ ചിന്തിച്ചെടുക്കാൻ പ്രയാസമായിരുന്നു. പക്ഷെ അവർ വിശ്വസ്ത ശിഷ്യന്മാരായിട്ട് പിന്നീട് മാറുന്നുണ്ട്. The rebellion occurs earlier than expected. John loses a lot of money in lawsuit and he becomes careless with the farm. He neglects to feed the animals. They break into the store shed in search of a meal. When John and his men arrive, they begin whipping the animals but soon find themselves being attacked and chased off the farm. Mrs. John saw what was happening and so she packed some of her essential goods and goes out of the house. The triumphant animals then destroy all traces of John's, eat heartily and revel in their newfound freedom. After a tour of John's house, they decide to leave it untouched as a museum. Snowball changes a sign reading Manor Farm to Animal Farm and paints the 7 commandments of animalism on the wall of the barn. These are the 7 commandments. Whatever goes on 2 legs is an enemy. Whatever goes upon 4 legs or has wings is a friend. No animal shall wear clothes. No animal shall sleep in a bed. No animal shall drink alcohol. No animal shall kill other animal. All animals are equal. ഓക്കെ, ഇവിടെ പറയുന്നത് അവർ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ മുന്നേ തന്നെ വിപ്ലവം വന്നിട്ടുണ്ടായിരുന്നു. ഒരു കേസിൽപ്പെട്ട് ജോൺസിന് ധാരാളം പണം നഷ്ടപ്പെടുന്നുണ്ട്. അത് കാരണം ഫാമിനെ തന്നെ അവർ ശ്രദ്ധിക്കാതെ ആവുന്നുണ്ട്. ഈ ഒരു കാരണം കൊണ്ട് മൃഗങ്ങൾക്ക് അല്ലെങ്കിൽ ആനിമൽസിന് ശരിയായ നേരത്തെ ഫുഡൊന്നും അവർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അവർ ഫുഡിന് വേണ്ടി സ്റ്റോറിലേക്ക് അതിക്രമിച്ച് കടക്കുകയാണ് ചെയ്യുന്നത്. ഈ സമയം ജോൺസും അവൻ്റെ ആൾക്കാരും വന്ന് ആനിമൽസിനെ ചാട്ടകൊണ്ട് അടിക്കാൻ തുടങ്ങുന്നുണ്ട്. എന്നാൽ എല്ലാ ആനിമൽസും ഒത്തൊരുമയോടുകൂടെ തന്നെ ജോൺസിനെയും അവൻ്റെ ആൾക്കാരെയൊക്കെ അറ്റാക്ക് ചെയ്യുകയാണ്. എന്നിട്ട് അവരെ അവിടെ നിന്ന് ഓടിക്കുന്നുണ്ട്. ഫാമിൽ എന്താണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കിയ മിസ്സസ് ജോൺസ് അത്യാവശ്യ സാധനങ്ങളൊക്കെ ബാഗിലാക്കിയിട്ട് വീട്ടിന് പുറത്തേക്ക് ഓടുകയാണ് ചെയ്യുന്നത്. മോസസും അവളുടെ കൂടെ ചേരുന്നുണ്ട്. പിന്നെ ഈ ഒരു വിജയം നമുക്കറിയാം, ട്രയംഫന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയം എന്നാണ് കേട്ടോ മീൻ ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു വിജയം കൈവരിച്ച അനിമൽസ് ജോൺസിൻ്റെ എല്ലാ ട്രേസസും അല്ലെങ്കിൽ അടയാളങ്ങളും നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവർ ഇഷ്ടം പോലെ തിന്നുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയതായിട്ട് കൈവന്ന ആ ഒരു സ്വാതന്ത്ര്യത്തിൽ അവർ ആറാടാണ് ചെയ്യുന്നത്. അവർ ജോൺസിൻ്റെ വീട്ടിലേക്ക് പോയി അതൊരു മ്യൂസിയം ആക്കാമെന്ന് തീരുമാനിക്കുന്നുണ്ട്. ഇതുവരെ ഫാമിൻ്റെ പേര് മേനർ ഫാം എന്നായിരുന്നു. എന്നാൽ അതിൻ്റെ പേര് മാറ്റിയിട്ട് അവർ അത് ആനിമൽ ഫാം എന്നാക്കുന്നുണ്ട്. അതിൻ്റെ വാളിൽ അവർ ആനിമലിസത്തിൻ്റെ 7 കമാൻഡ്മെൻറ്റ്സ് എഴുതുന്നുണ്ട്. ആ ഒരു 7 കമാൻഡ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: 2 കാലിൽ നടക്കുന്നവർ ശത്രുക്കളാണ്. 4 കാലിൽ നടക്കുന്നവരും പറക്കുന്നവരും കൂട്ടുകാരാണ്. ഒരു മൃഗവും വസ്ത്രം ധരിക്കുകയില്ല. ഒരു മൃഗവും കട്ടിലിൽ ഉറങ്ങുകയില്ല. ഒരു മൃഗവും മദ്യപാനം നടത്തുകയില്ല. ഒരു മൃഗവും മറ്റു മൃഗങ്ങളെ കൊല്ലുകയില്ല. എല്ലാ മൃഗങ്ങളും സമന്മാരാണ്. Snowball asked the animals to rush to the field and harvest, but 3 cows were feeling uneasy and there were no milk for 24 hours. The pigs milked them successfully and got 5 buckets of milk. Napoleon said he would take care of the milk and they should rush to the field as harvest is more important. When the animals returned in the evening, the milk had disappeared. ഓക്കെ, ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്നോബോൾ എല്ലാ ആനിമൽസിനോടും ആ ഫീൽഡിൽ പോയിട്ട് വിളവെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷേ
3 പശുക്കൾക്ക് വലിയ പ്രയാസം ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവയെ കറന്നിട്ട് 24 മണിക്കൂറുകൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആ ഒരു പന്നികളായിരുന്നു അവരെ കറന്നിട്ടുണ്ടായിരുന്നത്. 5 ബക്കറ്റ് പാല് കിട്ടുന്നുണ്ട്. അപ്പോൾ നെപ്പോളിയൻ പറയുന്നുണ്ട് ഈ പാല് അവർ നോക്കിക്കൊള്ളാം എന്നുള്ളത്. പക്ഷേ വിളവെടുപ്പ് അത്യാവശ്യം ആയതുകൊണ്ട് തന്നെ അവരെല്ലാം ആ ഒരു ഫീൽഡിലേക്ക് ഉടനെ പോകണമെന്നുള്ളതായിരുന്നു. ഈവനിങ്ങിൽ ഈ ഒരു അനിമൽസ് തിരിച്ചെത്തിയ സമയത്ത് അവിടെയുള്ള പാലെല്ലാം അപ്രത്യക്ഷമാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ ജിയസ്, അപ്പോൾ ഇന്ന് ഇത്രയുമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ ബാക്കിയുള്ള 3 പാർട്സും കൂടെ ഉണ്ടായിരിക്കും. ആ ഒരു 3 ഭാഗങ്ങൾ ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോസും കൂടെ വാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ ജിയസ്. ബൈ.